പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 മെയ് മാസം 18-ാം തീയതി ആമേൻ ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമ്മുടെ കൈകളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാനായി ഒരു പകൽക്കാലം, ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആ കൈകളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതമായി നടത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽക്കാലം മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ നമ്മുടെ സഭായോഗത്തെ ഒരു അനുഗ്രഹമാക്കി, ഒരത്ഭുതമാക്കി തീർത്ത കർത്താവിന് കരങ്ങൾ ഉയർത്തി അവൻ സ്തോത്രം പറഞ്ഞാട്ടെ. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച കർത്താവിന്, രോഗങ്ങളിൽ നിന്ന് വിടുവിച്ച കർത്താവിന്, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്നതിന് ആമേൻ ഹല്ലേലൂയ. ഇന്ന് നമ്മളിലൂടെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന്, കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ വെളിപ്പെടുന്നതിന്, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ റിവീൽ ചെയ്യുന്നതിന് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് 30-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു, കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ സകലത്തിലും നന്മ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആരെങ്കിലും രോഗികളായി ഇരുന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ആ കെട്ടുകൾ പൊട്ടി, ശാപത്തിൻ്റെ നുഖങ്ങൾ തകർന്ന്, പൈശാചിക കെട്ടുകൾ പൊട്ടി യേശുവിൻ നാമത്തിൽ ഈ പകൽക്കാലം അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവ് അയച്ച വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ ഡോക്ടർമാർ പറഞ്ഞു രക്ഷയില്ലെന്ന്, വൈദ്യന്മാരുടെ ആ വാക്കുകൾക്ക് രക്ഷയില്ലാതിരിക്കുമ്പോൾ ഇന്ന് യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഇവരെ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുക. ആ ക്യാൻസറിൻ്റെ ശക്തികൾ വിട്ടുപോട്ടെ. ക്യാൻസറിൻ്റെ ശക്തികൾ വിട്ടുപോട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. ഇന്ന് ലോകത്തെമ്പാട് നടക്കുന്ന എല്ലാ സുവിശേഷ യോഗങ്ങളെയും അഭിഷക്തന്മാരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം അവരിലൂടെ മഹത്വപ്പെടണമേ. ഈ രാത്രി കർത്താവേ, ഈ പകൽക്കാലം നിന്റെ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഇരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചെയ്യുന്ന സകല പ്രവൃത്തിയിലും അങ്ങനെ മഹിമ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുന്നു? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തിന്മ വരികയില്ല. എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആമേൻ. നമ്മുടെ പിതാവ് നന്മ മാത്രം തരുന്ന അപ്പനാണ്. കർത്താവ് തൻ്റെ മക്കൾക്ക് തിന്മയൊന്നും ചെയ്യത്തില്ല. കർത്താവ് തൻ്റെ മക്കൾക്കായി എല്ലാം നന്മയെ ചെയ്യുകയുള്ളൂ. അത് നമ്മുടെ ഒരു ഉറപ്പായിരിക്കണം. അത് നമുക്കൊരു വിശ്വാസമായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവ് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചോ നമുക്കൊരു ഭയമോ ഒരു നിരാശയോ വരികയില്ല. കാരണം അവൻ ഇന്ന് നമുക്കൊരു ഉറപ്പാണ്, ദൈവം എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. നമുക്ക് ആദ്യം അതൊരു തിന്മയായിട്ട് തോന്നാം. ഒരു പക്ഷേ നമുക്കതൊരു വിഷമമായിട്ട് തോന്നാം. ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അത് നന്മയാകുന്നത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോൾ ഉടനെ തന്നെ ആയിരിക്കാം.
അവൻ ഈ ഈ ഈ സ്കോട്ട്ലൻഡിൽ നടന്നായ ഒരു കഥ. അവിടെ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു കുടുംബം, ഈ കുടുംബം 9 മക്കളുള്ള കുടുംബം. ഇവർ ഒരുമിച്ച് ഒരു യാത്ര ആഗ്രഹിച്ചു. ഇവർ പോകാൻ ആഗ്രഹിച്ചത് അമേരിക്കയ്ക്കാണ് പോകാൻ ആഗ്രഹിച്ച്, കപ്പൽ മുഖാന്തരം അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹിച്ച് അദ്ദേഹം പാസ്പോർട്ടുമൊക്കെ സംഘടിപ്പിച്ചു. അവിടുന്ന് ഇവിടുന്നെല്ലാം പൈസയൊക്കെ റെഡിയാക്കി അവൻ പോകാനായിട്ട് ആഗ്രഹിച്ചു. പോകാൻ 14 ദിവസങ്ങൾ ബാക്കി, അല്ല 7 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു പട്ടി കടിക്കാനിട വന്നു. ഈ പട്ടി കടിച്ചപ്പോഴത്തേക്കിന് ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഈ പട്ടി കടിച്ചതല്ലേ, മറ്റെന്തെങ്കിലും വിഷബാധയുണ്ടോ എന്ന് നോക്കണം. അതുകൊണ്ട് 14 ദിവസത്തേക്കിന് ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. ഈ പ്രിയപ്പെട്ട മനുഷ്യന് ഭയങ്കര വിഷമമായി. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരുമിച്ച് അമേരിക്കയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുക. ടൈറ്റാനിക്കിൻ്റെ ആദ്യത്തെ യാത്രയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അവർ ടിക്കറ്റെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ അവസാനം ഭാര്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, താങ്കൾ കുഞ്ഞുങ്ങളുമായിട്ട് പോക്കോ, ഞാൻ ഇവനുമായിട്ട് വിട്ടിരിക്കാം. ഉടനെ പറഞ്ഞില്ല, നമ്മൾ കുടുംബമായിട്ട് പോകാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ട് നമ്മൾ കുടുംബമായിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം അവരുടെ യാത്ര മുടങ്ങി. അദ്ദേഹത്തിന് പട്ടിയോട് ദേഷ്യം വന്നു, പട്ടിയുടെ കടിയേറ്റ കൊച്ചിനോട് ദേഷ്യം വന്നു. എന്നാലും കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. പക്ഷെ അവസാനം ഈ കപ്പൽ അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ഇവർക്ക് കപ്പലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇവർ വിഷമിച്ച് വീട്ടിലിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ പത്രവാർത്ത വായിക്കുകയാണ്, ഈ കപ്പൽ കടലിൻ്റെ അഗാധങ്ങളിലേക്ക് മുങ്ങിപ്പോയി. ആ കപ്പലിലുണ്ടായിരുന്നവരൊക്കെയും വെള്ളത്തിനടിയിൽ പോയി, അവർ മരിച്ചുപോയി എന്ന് കേൾക്കുക. അപ്പം അദ്ദേഹം പറഞ്ഞു, കർത്താവേ, നീ എത്ര നല്ലവനാ, ഞങ്ങളെ അതിൽ നിന്ന് സൂക്ഷിക്കുവാൻ. ഞാൻ ആദ്യം വിചാരിച്ചത് തിന്മയാണല്ലോ സംഭവിച്ചത്, ഞങ്ങളുടെ യാത്ര മുടങ്ങിയല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവസാനം അത് നന്മയാണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഇടവരുത്തി. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ ദൈവം ഒരു തിന്മയും ചെയ്യത്തില്ല. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദാഹരണമുണ്ടായി. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ആയിരിക്കുന്ന സമയത്ത് ഒരു ലിഫ്റ്റിനകത്ത് ഞങ്ങൾ കയറാനിട വന്നു. ഈ ലിഫ്റ്റിനകത്ത് നിൽക്കുന്ന സമയം ഈ ലിഫ്റ്റ് അങ്ങ് സ്റ്റക്കായിപ്പോയി. കുറച്ചു നേരമായി ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ പാനിക്കാകാൻ തുടങ്ങി. അവർക്കൊക്കെ മനസ്സിന് ചെറിയ വിഷമം തുടങ്ങി. പലരും വിയർത്തു തുടങ്ങി. എന്നാൽ അവിടെ നിൽക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വലിയ ഭാരമൊന്നും തോന്നിയില്ല. അപ്പോൾ ഇവിടുന്ന് ഫോൺ വിളിച്ച് നോക്കുന്നു, ബെല്ലടിച്ച് നോക്കുന്നു, ലിഫ്റ്റിൽ ആൾ വരുന്നില്ല. അപ്പം അവസാനം ഒരാൾ വന്നു, നമുക്ക് വേണ്ടി ലിഫ്റ്റ് തുറന്നു തന്നു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടെക്നീഷ്യനെ ഉറക്കത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഈ ലിഫ്റ്റ് തുറന്ന്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് പണി ചെയ്യാൻ ആഗ്രഹിച്ചോ ആ പണി ചെയ്യാനുള്ള ആളിനെ ദൈവം രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അല്ലെങ്കിൽ ഈ പ്രഭാതത്തിൽ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറിയേനെ. അപ്പം അതൊഴിവാക്കാൻ വേണ്ടി ഒരല്പസമയത്തേക്ക് ലിഫ്റ്റ് ഒന്ന് സ്റ്റക്കാക്കി. ലിഫ്റ്റ് സ്റ്റക്കായതുകൊണ്ട് ഉറങ്ങിക്കിടന്ന ടെക്നീഷ്യൻ എഴുന്നേറ്റ് വരാൻ ഇടവന്നു. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുവാൻ ഇടവന്നു. ഈ രാത്രികാലം അല്ലെങ്കിൽ ഈ പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായിട്ട് കർത്താവ് ഒന്നും ചെയ്യത്തില്ല. സകലതും നന്മയ്ക്കായി മാത്രം കൂടി വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ ചേർന്ന് കൈകൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ചിലതിനെയൊക്കെ നോക്കിയിട്ട് പറ, ഇത് നന്മയായി മാറും, ഇത് നന്മയായി മാറും, ഇത് നന്മയായി മാറും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ ഉയർച്ച പ്രാപിക്കും, നമ്മളൊരു അത്ഭുതമാകും, എല്ലാവർക്കും ഭയമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.